വാൽപ്പാറ അപകടം ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും മല്ലികാർജ്ജുൻ ഖാർഗെയും സന്തോഷ് കുമാർ എംപിയും. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. ദാരുണമായ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുകയാണ്, രാഷ്ട്രപതി എക്സിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അപകടത്തിൽ ജീവൻ നഷ്ടമായവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഖാർഗെ പറഞ്ഞു. റോഡ് സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ദുരന്തം വീണ്ടും അടിവരയിടുന്നതെന്നും ദുരിതബാധിത കുടുംബങ്ങൾക്ക് ഉടനടി നഷ്ടപരിഹാരവും പിന്തുണയും അധികാരികൾ ഉറപ്പാക്കണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടു. വെഞ്ഞാറമൂട്ടിൽ ഇലക്ട്രിക് കേബിൾ റോളുമായി വന്ന ലോറി മറിഞ്ഞ അപകടം. വെഞ്ഞാറമൂടിന് സമീപം കുറ്റിമൂട് അമ്പലമുക്ക് ബൈപ്പാസിൽ ഇറക്കത്തിൽ വെച്ചാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ആളപായമില്ല. ലോറിയുടെ നിയന്ത്രണം വിട്ടതാണ് അപകട കാരണം. ലോറി വൈദ്യുത പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് പോസ്റ്റ് ഒടിഞ്ഞ വാഹനത്തിന് മുകളിലേക്ക് വീണു. അപകടത്തിൽ ലോറി ഡ്രൈവർ രാജസ്ഥാൻ രാജ്പൂർ സ്വദേശി ദിലീപിന് പരിക്കേറ്റു. ഗുരുതര പരിക്കല്ലെന്നാണ് വിവരം. ലോറിയിലുണ്ടായിരുന്ന കൂറ്റൻ ഇലക്ട്രിക് കേബിൾ റോളുകൾ ഉരുണ്ടുകയറി സമീപത്തെ വീടിനും വാഹനങ്ങൾക്കും വൻ നാശനഷ്ടം സംഭവിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. വടകരയിൽ 25-കാരനെ കാണാതായി. ആയഞ്ചേരി സ്വദേശി വിഷ്ണു പ്രകാശിനെയാണ് കാണാതായത്. ബാങ്കിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഇക്കഴിഞ്ഞ 13-ാം തീയതി മുതലാണ് യുവാവിനെ കാണാതായത്. വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വിഷ്ണു ലോൺ ആപ്പിൽ നിന്നും 10,000 രൂപ ലോൺ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ നിരന്തരം ഭീഷണി കോളുകൾ വന്നിരുന്നതായി കുടുംബം പറയുന്നു. വിഷ്ണുവിന്റെ മോർഫ് ചെയ്ത നഗ്ന ഫോട്ടോകൾ ലോൺ ആപ്പ് കമ്പനി നിരവധി പേർക്ക് അയച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. ലോൺ ആപ്പിന്റെ ഭീഷണി ഭയന്നാണോ നാടുവിട്ടതെന്നാണ് കുടുംബത്തിന്റെ സംശയം. ദർസ് വിദ്യാർത്ഥികളെ ആക്രമിച്ച സംഭവത്തിൽ CRPF ജവാൻ അറസ്റ്റിൽ. ചെറുവണ്ണൂരിൽ ദർസ് വിദ്യാർത്ഥികളെ ആക്രമിച്ച സംഭവത്തിൽ CRPF ജവാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുവണ്ണൂർ സ്വദേശി സന്തോഷ് ചെറാത്താണ് അറസ്റ്റിലായത്. മറ്റൊരു പ്രതി പഴയമഠത്തിൽ സുരേഷ് ഒളിവിലാണ്. ചുമരെഴുതാൻ പോയ ദർസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് ഉനൈസ്, മുഹമ്മദ് ഷാമിൽ എന്നിവരെയാണ് സന്തോഷും സുരേഷും ചേർന്ന് മർദ്ദിച്ചത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സ്വർണ്ണവില വർദ്ധിച്ചു. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ പവന് 600 രൂപ വർദ്ധിച്ച് 1,14,240 രൂപയായി. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 14,280 രൂപയായി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ സ്വർണ്ണവില. ഇന്നലെ രാവിലെ 1,13,080 രൂപയായിരുന്നു സ്വർണ്ണവില. ഹോർമൂസ് കടലിടുക്ക് തുറന്നതോടെ പശ്ചിമേഷ്യയിൽ സമാധാനം വരുമെന്ന സൂചനകൾ ഇന്നലെ രാത്രിയോടെ സ്വർണ്ണവില ഉയർത്തിയിരുന്നു. അസംസ്കൃത എണ്ണവില വൻതോതിൽ ഇടിഞ്ഞ സാഹചര്യത്തിലായിരുന്നു ഇത്. പവന് 580 രൂപയാണ് ഇന്നലെ രാത്രി ഉയർന്നത്. ഇതോടെ കൂട്ടുമ്പോൾ ആകെ 1,160 രൂപയുടെ വർധനമാണ് പവന് ഉണ്ടായത്.